നമ്മളെ കുഞ്ഞാൻ കേട്ടോ നമ്മളെ വീടുകളിലെ മൂപ്പരേ ഞാൻ തന്നെയാണ് അറിയില്ലേ ഇയാളെ നമ്മളെ നാട്ടിലെ ചെക്കരെ ഇതേ സൗണ്ടിൽ വിളിച്ചിക്കാണ്ട് എന്നും റീചാർജ് ചെയ്യും. അങ്ങനെ ലൈനായിരുന്നു ഇയാളെ. എത്ര കാലം കാത്തിരുന്നു ഒന്ന് കൂടുവാൻ, എത്ര കാലം കാത്തിരുന്നു ഒന്നു ചേരുവാൻ. പള്ളിക്കും കൂടി കാണാത്ത ആളാണ്. എവിടെ കൂടി എന്റെ പ്രേക്ഷകരോട് ഞാൻ അള്ളാഹ്ക്കുള്ളത് നേരിട്ട് കുറ്റപ്പെടുത്തണ്ട, ഓതി പഠിച്ച മനസ്സിലാണ്. ഇന്ന് നമ്മളെ സർഫുവിന്റെ കല്യാണമാണ്, രണ്ടാം കെട്ട്. പെരിയിൽ അറിയാതെ നടക്കുകയാണ്. അപ്പൊ നമ്മള് വീഡിയോ എടുക്കേണ്ട ഹോട്ടലിൽ വെച്ച് കണ്ടാണ് അതിന്റെ പാർട്ടിയും പരിപാടിയും നടത്തുന്നുണ്ട്. ഈ പെണ്ണുങ്ങൾ ഈ വീഡിയോ ഇറങ്ങുമ്പോ അറിയിക്കാരം ഇവിടെ സർഫ് ഇവിടെ. പിന്നെ പുതിയ ഞങ്ങള് ഡ്രസ് കോഡ് ആക്കിയാണ് 2-3 ആൾക്കാര്. ഞാനും അതുകൊണ്ടാണ് അവൻ കറുപ്പിട്ടാണെന്നാണ് കാണുന്നത്. മജിദാക്ക ഇവിടെ പെണ്ണുങ്ങളെത്തിയില്ല. ഇതാ ഗുണം. അപ്പൊ മജിദാക്ക ഉണ്ട് നമ്മളെ വീഡിയോ ഉണ്ടാണ്ട്. പിന്നെ ഉള്ളത് ഇതാക്കണം നമ്മളെ മിസ്റ്റർ കുഞ്ഞീച്ചി, മരവട്ടം നടമ്മ, പിന്നെ മരവട്ടം മമ്മൂട്ടി. നമ്മളെ മമ്മൂട്ടി നമ്മളെ പിന്നെ സുക്കൂർ എത്തിയിട്ടില്ല. ഓൻ വരുന്ന് പറഞ്ഞു. ഓൻ എന്താ ഒരു പ്രശ്നം ഉണ്ടാകുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് വിളിച്ചറിഞ്ഞു. അപ്പൊ നിങ്ങൾ എന്നോട് കമന്റ് കൂടി ചോദിച്ചു എന്താ ഓൻ വരാഞ്ഞെന്ന്. അതുകൊണ്ട് പറഞ്ഞാട്ടോ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിക്കുക. ബാപ്പയും മക്കളും എന്ന യൂട്യൂബ് ചാനലിലൂടെ മനസ്സുകളെ പിടിച്ചടക്കുക. നൗഷാദ് എന്ന ആളുമായി ഇതാ ഞങ്ങള് വീരാങ്ക കഥാപാത്രമാണ്. അതിന്റെ തമാശ ഒന്നും പറയാനില്ല. അപ്പൊ എന്താ വെച്ചാ ഫുഡ് വന്നാൽ ഞങ്ങള് കഴിക്കും. ഫുഡ് എത്തോളാവോ? ഞങ്ങള് 10 രൂപ ആളോടെ വന്ന് പുതിയണ്ണോടെ പുതിയണ്ണൊക്കെ വരുവടാ. നമ്മള് കോഴിയുടെ കണ്ണുടിയന്മാരെത്തി. ഈ കുട്ടിനെ കിട്ടിയോട് തന്നെ കൊണ്ടേ കൊടുത്താളാ. പിന്നെ നമ്മള് രാത്രിയാണ് പരിപാടി നടക്കുന്നത്. അപ്പൊ പുതിയ ഗ്യാസ് ലൈറ്റ് ഒക്കെ എന്താ പെട്രോൾ മാക്സ് കത്തിച്ച് കാടൊക്കെ വരും. അതും ഉണ്ടാവും ഇതില് കണ്ടോടി ഫുള്ളായിട്ട്. കുഞ്ഞെന്താ ഉണ്ടാക്കണ്? ഞങ്ങള് 25 ആള് പരിപാടിയാണ് കറക്റ്റ് ആക്കിയത്. അപ്പൊ 20 ആളുള്ളൂ. അപ്പൊ 5 ആളെ എവിടെയാന്ന് നമ്മള് ഓർഡർ ചെയ്ത ആള് ചോദിച്ചാൽ പറഞ്ഞ 5 ആള് ഇതൊക്കെ ഉള്ളു. മമ്മൂട്ടിയൊക്കെ അവിടെ ഉണ്ട്. മമ്മൂട്ടിയൊക്കെ പിന്നെ 1.5 ആള് നമുക്കൂട്ടാ. നിക്കാതെ ഉസ്താദ് വെള്ളി വെള്ളി ഒരു തൊപ്പിയുടെ തൊപ്പി വണ്ടി നിർത്തുന്നതാണ്. അതല്ലേ പുതിയാപ്പളല്ല, അത് മറ്റെന്താ പേര് നിക്കാതെ ഉസ്താദാണ്. പിന്നെ സർഫ് കുറെ കാലമായിട്ട് വീഡിയോയിൽ വരായിട്ട് കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു ഓൻ പൊട്ടി പാളീസായി മുങ്ങിയതാണ്, കടം കൊടുക്കാണ്ട്. അതുകൊണ്ടാണ് നല്ല ശക്തിയായി തിരിച്ചു വന്നതാണ്. ഞങ്ങൾ ഒരു എനർജി കുറവില്ല. കാലിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മേലെ നിന്ന് ഇങ്ങനെ കൊടുത്താലും മുങ്ങിയത് ലൈസൻസും ഇവിടെ ഈ അടുത്ത പൊങ്ങാനുള്ള പരിപാടിയാണ്. കണ്ട ആരും തെറ്റിദ്ധരിക്കേണ്ട. ആരും മുക്കിയിട്ട് വന്നല്ല, അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി വന്ന. അറബിനെ പറ്റിച്ചു വന്നല്ല, അറബിനെ പറ്റിച്ചല്ല, വെച്ചിക്കാന് ചേർത്തി വന്നതല്ല. ചോറെത്തിയിട്ടില്ല. ചോറെത്താത്തില്ല. 25 ആൾക്കാർക്ക് ചോറ് കൊടുക്കണമെങ്കിൽ ആടിനെ കൊടുക്കണമെങ്കിൽ എത്ര ഉപ്പ വേണ്ടിരും? ഗ്രേസ് കാറ്ററിംഗ്. ഗ്രേസ് കാറ്ററിംഗ് അപ്പൊ ചോറ് എത്തിയിട്ട് നിങ്ങള് വീഡിയോ തുടർന്ന് കണ്ടുപിടിക്കാം. ചോറിട്ടില്ല ആ മൂലക്കൊക്കെ കൊണ്ടാണ് കുത്തുക. ഇത് നമ്മളെ സാനുമോനെ, എന്നെ അറിയാത്ത ആരുണ്ട്? ഞങ്ങളെ ക്യാമറമാന് ആൻഡ് എഡിറ്റിങ് നമ്മളെ മുത്തുമണിയാണ്. പിന്നെ ഞാനാരാ ഇവനുള്ള പ്രശ്നം എന്താ വെച്ചാല് എനിക്കൊരു ബബ്ബ് ഇടക്കിടക്ക് വരവുണ്ട്. പക്ഷെ ഇവ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവൻ ചൂടായ 3-4 പ്രാവശ്യം നമ്മള് മമ്മൂട്ടി ഒന്നല്ലല്ലോ. അപ്പൊ തെറ്റുകൾ മനസ്സിലാക്കല്ലോ. ഗ്രേസ് കാറ്ററിംഗ്. ഗ്രേസ് കാറ്ററിംഗ് ആണ്. 7994645743. അപ്പൊ ഈ നമ്പർ നിങ്ങളെ കല്യാണ വീടുകളില് അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന പരിപാടി
ആദ്യം തന്നെ കുഞ്ഞൻ ചെമ്പെടുക്കാണ് 10 വർഷമായിട്ട് നമ്മളൊക്കെ മറന്നു പിന്നെ ആടാണെന്നേ പറഞ്ഞിരുന്നത് പക്ഷെ കുട്ടനാണ് ഇയ്യാണ് പക്ഷെ ഇയ്യ പറഞ്ഞു ആട് പക്ഷെ ആട് ഓടിപ്പോയി അല്ല ആട് ഞാൻ പറഞ്ഞ ആടിന്റെ കുട്ടി തോട്ടത്ത് കെട്ടിയല്ലോ അത് ഓടിപ്പോയി പോവല്ല നമ്മൾ ആടിച്ചിട്ട് ഡയലോഗ് ആട് അതാ നമ്മളെ ഹനീഫാക്ക ഞങ്ങളുടെ വീഡിയോയില് പ്രശസ്തരും പ്രഗത്ഭരുമായ ഒരുപാട് നടന്മാരുണ്ട്. നടന്മാരുടെ സമ്മേളനം അവിടെ നടക്കണേ. ഇവിടെ അഭിനയിക്കാൻ പറ്റാത്ത ആൾക്കാരെ കൂടി ചെന്നിട്ട് പറഞ്ഞേ ഇപ്പോഴും നല്ല കാര്യം ചെയ്തത് അരിയാണ് തരും സുക്കൂറ അതിന്റെ ആടി കൊണ്ടിട്ട് ഞാൻ വീണിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഈ കരണ്ട് കുടിച്ചിട്ടല്ല ഞാൻ വീണിട്ടുണ്ട്. അത് മാത്രല്ല കേട്ടോ, രണ്ടാം കെട്ട് കെട്ടണം, പെൺകെട്ട് അല്ലെ പെണ്ണ് കിട്ടാനോ അല്ലെങ്കിൽ ചെക്കന് ഉണ്ടാകാനോ ഉണ്ടെങ്കിൽ അതിന് ഇയാളെ വിളിച്ചാൽ രണ്ടാം കെട്ടിന്റെ ഈ കഥയിലുള്ള കഥാപാത്രങ്ങളും കഥയൊന്നും ആരെ നമ്പർ കൊടുക്കണ്ടേ? ഇത് നമ്മളെ പോയി ഇയാളെ നമ്പർ കൊടുക്കണം. രണ്ടാം കെട്ടിന് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇയാളെ ബന്ധപ്പെടട്ടെ. ഇയാളെ മോറ് ശരിക്കും നമ്പർ 9946625340 ഈ നമ്പറിൽ വിളിച്ചോണ്ടി. അല്ല കല്യാണം ശരിയാവാ, കല്യാണം മാത്രല്ല ഭൂമി കച്ചവടത്തിന് പിന്നെ കൂടോത്ര പരിപാടി ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അതൊന്ന് പറഞ്ഞാ പിന്നെ ഏതാണ് ആയി ചെല്ലിയതാണ് പറഞ്ഞോളി. പിന്നെ അവതരിപ്പിക്കുമ്പോ പറഞ്ഞോളി. തോട്ടുങ്ങന്നായാലും വേണ്ടില്ല, മാട്ടുങ്ങന്നായാലും മള്ള, കൂടിയതായാലും മള്ള, കൂട്ടിച്ചതായാലും മള്ള, അയച്ചതായാലും മള്ള, അയപ്പിച്ചതായാലും മള്ള, വന്നതായാലും മള്ള, വ്യക്തിയതായാലും മള്ള, ചേക്കുട്ടിയാലും മള്ള, പൂക്കുട്ടിയാലും മള്ള, കരിക്കുട്ടിയാലും മള്ള, കാളിയായാലും മള്ള, ഭദ്രകാളിയാലും മള്ള ഒക്കെ അധികം കൊണ്ട് പോരട്ടെ. ഇയാള് കൂടോത്രം ചെയ്തിട്ടാണ്. എവിടെ അറിയോ? സൗദി അറേബ്യയിൽ കൂടോത്ര പരിപാടിയൊന്നും ഇയാൾക്ക്. പുതിയണ്ണിന്റെ ഒപ്പം വരും. സർപ്പൂന്റെ ചോറാണ് വയറിളകാഞ്ഞാന്ന് മതി. ഇത് നമ്മളെ നമ്മളെ അരിയാട്ടനാണ്. അതേ നീ പറയാൻ പറ്റുള്ളൂ. കോട്ടക്കൽ ബസ് സ്റ്റാൻഡിലും നടക്കൂല, എവിടെയും നടക്കൂല. ഇതിന്റെ ഒക്കെ റിപ്പോർട്ട് നാളെ രാവിലെ ഞങ്ങൾ തരാം. എല്ലാവർക്കും പറ്റുന്നത് പിടിച്ചാൽ സർപ്പൂന്റെ പെരീക്കാണ് പോകുന്നതാണ്. കൊണ്ടതെങ്കിൽ വന്നു കാണാൻ എന്ത് മോഹം പൊന്നേ, ഒറ്റ നോക്ക് കണ്ട് മാരിച്ചോട്ടയെന്നോ തന്നെ. നിങ്ങളൊഴികെ എന്നെ തൊട്ടിട്ടില്ല മറ്റോരാണ്, കൈ രണ്ടും ഉയർത്തിടുന്നു തങ്ങളെ കാലാണ്. തന്നെയാണ് ഇപ്പഴം പൂജിക്കാൻ, കണ്ട് നുണഞ്ഞ് നടക്കുന്നുണ്ട് വാലരെ നല്ലൊരു പാട്ടായിട്ടാണ് സർപ്പൂ. ഞാനും അവന് മദ്രസിൽ ഒരുമിച്ച് അടിച്ചത്. അപ്പൊ അവന് പാട്ടുണ്ടായി. 1ാം ക്ലാസ് അന്ന് നമ്മൾ ഇബ്രാഹിം മോദിയെ വരി വരി വരിയായി താരക്കമരങ്ങൾ അന്ന് പറഞ്ഞ നമ്മളെ മെയ്തി മൂലര് പറഞ്ഞു ഒരു പാട്ട് നൗസാദ്. ഇതല്ല പാട്ട്. നമ്മള് രണ്ടാലൊന്ന് പറഞ്ഞാളാ ഉമ്മയെ കൊന്ന മകൻ എന്ന ഒരു നല്ലൊരു കഥയിലൂടെ വന്ന ആളാണ് നമ്മളെ കോയി മെയ്തി. ഇത് നമ്മളെ കോയി കച്ചവടക്കാരനായ ഷാറൂഖ്.
പിന്നെ എന്തെങ്കിലും ഇൻവെർട്ടറിന്റെ ആവശ്യം വിളിച്ചു ഇൻവെർട്ടർ ബാറ്ററി ഇൻവെർട്ടർ വാഹന ബാറ്ററി ഇതൊക്കെയാണ് നമ്മളെ ബിസിനസ്. അതിന്റെ നമ്പർ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആണെങ്കിൽ വിളിച്ച അപ്പൊ തന്നെ കൊണ്ടുവരാം. എവിടേക്കാണെങ്കിൽ എത്തിച്ചേരും. ഇനി ആടുള്ളത് പോത്താക്കരുത് ആളെ. ഇതിപ്പോ ആക്കി ബിരിയാണി വെച്ച് കാണണ്ടേ അല്ലേ? ഇത് നമ്മളെ ഇത് ആട് ഇറങ്ങാണ്. പൊട്ടിച്ചു പോയതാണ്. ആട് കയറ് പൊട്ടിച്ചു പോയതാണ്. ഇതെന്താ പട്ടി എന്താ സംഭവം ഉണ്ടായി? എന്റെ മോന് ആടിനെന്താക്കി പറമ്പ് കെട്ടി കയറൊട്ടിച്ചു പോയി. വളരെ എത്ര ദൂരം വരിക. ഇങ്ങോട്ട് നോക്കി. നിങ്ങൾക്ക് ഇന്ന് വേറെ ഇവന്റെ പേരിലെ കാറിനെ നോക്കി. ഇവന്റെ പേരിന്റെ പേരിലുള്ള കാറിന് തിരി വില ആടാണ്ട് പൊട്ടിച്ചു വന്ന കാളറ്റല്ലേ ഇത്? ആരോടാ ഈ ഡയലോഗ്? അത് ചാപ്പനങ്ങാടിയൊക്കെ കഴിഞ്ഞു കൂടാ. ഞാൻ അസർ സ്കെച്ചാൻ പോയ പാത്താ മറന്നോ ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ നിക്കട്ടാ. അസർ സ്കെച്ചാൻ പോയ പാത്താ മറന്നോ. നിസ്കരിക്കാൻ പോകുമ്പോ പള്ളിന്റെ ഉള്ളിലാണ്. കാരണം ഈ പള്ളി കണ്ടിട്ടില്ല. ശരിയാ. പിന്നെ രണ്ടാമത്തെ വിഷയം, ഈ വട്ടപ്പറമ്പ് പള്ളി പറഞ്ഞാല് നിസ്കാരം ഉള്ളിലും മൂത്രയ്ക്കൽ ബാത്റൂം. സാധാരണ പള്ളിക്കൽ ബാത്റൂം ഉള്ളിൽ വെക്കൂലല്ലോ. ബാത്റൂം ഉള്ളിൽ വെക്കൂലല്ലോ. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ? ഒക്കെ കേട്ട വണ്ടിയിൽ ചെറിയാണ് വന്നു. പള്ളിക്കും കൂടി കാണാത്ത ആളാ. സുബി എത്ര എവിടെ കൂടി അല്ല എന്റെ പ്രേക്ഷകരോട് ഞാൻ അള്ളാഹ്ക്കുള്ള നേരിട്ട് ഇത് നേരെ പള്ളിക്കലേനു ഇത് നേരെ പള്ളിക്കലേനു. ഇതിനിപ്പോ എന്താ പറയണ്ടോ? പുല്ലു നഫ്സിന്തായി അതെനിക്ക് എപ്പോഴും നടത്താറല്ലേ. ആകെ ഒരു ഡയലോഗ് അതേ അറിയുള്ളൂ. അത് എപ്പോഴും കേൾക്കണല്ലേ. എല്ലാം ചോറ് തട്ടിക്കൊള്ളിട്ടാ. ആരെ വകയാണ്? സർപ്പു സർപ്പു അത് ഞാൻ പറയില്ല. ആളെ പറ്റിക്കുന്ന സർപ്പു. നന്ദി ഉണ്ടോ? വണ്ടി വേറെ വരുന്നുണ്ട്. കൊറേ നേരമായി വരണേ. അപ്പൊ വരുമല്ലോ, അത് തിന്നൂടി. കൈ സാധനപ്പുണ്ട്. പിന്നെ കൈ സോപ്പല്ല. ഇവിടെ ഉണ്ട്. നിങ്ങള് പൈസ കൊടുക്കൂല? സ്പോൺസർ ചെയ്തു. ഒന്നും സ്പോൺസർ ചെയ്യാം. ദീർഘായുസും ഞാൻ പറഞ്ഞത് എന്നെ സ്വർഗത്തേക്ക് പോകാൻ വേണ്ടിട്ട് ദ്വാരക്കേണ്ട കാര്യം എന്താ? ഇത് പറഞ്ഞുള്ള സ്വർഗം കൂടി ഇല്ലാതോ. കുഞ്ഞോന് ചോറ് കഴിച്ചു. കുഞ്ഞോരെ പെണ്ണുങ്ങൾക്ക് കൊണ്ടുപോകണം. പെണ്ണുങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള ആളാണ്. എന്നാ കൊണ്ടേ കേട്ടാ. രണ്ടോ നിൽക്കുമല്ലോ. ഞങ്ങളെല്ലാവരും അതാണ് തീറ്റ പരിപാടിയൊക്കെ കഴിഞ്ഞു പോവാണ്. അതിന് ശേഷം നമ്മളെ മൈമുട്ടിയാകെ ഒരു പാട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കേൾക്കണം ഫുള്ളായിട്ട്. പിന്നെ ഇതിൽ പങ്കെടുക്കാത്ത കുറെ ആൾക്കാരുണ്ട്, വരാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ ഇനി കമന്റിൽ ചോദിച്ചാൽ ഒരു വന്നില്ല എല്ലാരോടും പറഞ്ഞോളും. പറയാത്ത ആരുമില്ല. അപ്പൊ മൈമുട്ടിയാകെ ഒരു പാട്ട് എഴുതിക്കൊണ്ടിരിക്കണ്ടാവും. ആദ്യം ഈ പാട്ട് എഴുതിയിട്ടാണ് മൂപ്പരുത് പാടുള്ളൂ. അയാള് അങ്ങനത്തെ ഒരാളാണ്. ഇനി മൈമുട്ടിയൊക്കെ പാടിക്കോളൂ. എത്ര കാലം കാത്തിരുന്നു ഒന്ന് കൂടുവാൻ, എത്ര കാലം കാത്തിരുന്നു ഒന്നു ചേരുവാൻ, എത്ര കാലം കാത്തിരുന്നു ഒന്ന് കൂടുവാൻ, എത്ര കാലം കാത്തിരുന്നു ഒന്നു ചേരുവാൻ. പാപ്പ മക്കൾക്ക് അനുമോദനം, ചെറുപ്പുനി ഞങ്ങൾക്ക് പ്രചോദനം. ബാപ്പ മക്കൾക്ക് അനുമോദനം, ചെറുപ്പുനി എന്നും പ്രചോദനം. എത്ര കാലം കാത്തിരുന്നു ഒന്ന് കൂടുവാൻ, എത്ര കാലം കാത്തിരുന്നു ഒന്നു ചേരുവാൻ,
എത്ര കാലം കാത്തിരുന്നു ഒന്ന് കൂടുവാൻ, എത്ര കാലം കാത്തിരുന്നു ഒത്തുചേരുവാൻ.